warahmatullahi alhamdulillah wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. അഭിനന്ദനായ സയ്യിദ് അവറുകൾ, ശൈഖുന ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട ഔലിയാക്കളെ, സാദാത്തുക്കളെ, ദിക്റിനെ മഹബത്ത് വെച്ച മുഹിബ്ബീങ്ങൾ, അല്ലാഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാമത്തു ഹുബ്ബില്ലാഹ്, അല്ലാഹുവിനോട് ഇഷ്ടമുള്ളവരുടെ അടയാളം എന്താണ്? അലാമത്തു ഹുബ്ബില്ലാഹ്, അല്ലാഹുവിനോട് മഹബത്ത് വെക്കുന്നവരുടെ അടയാളം. ജലാലിയ സാധാരണ ഇവിടെ മാസത്തിൽ നടക്കാറുണ്ട്. അതിന്റെ എന്തെങ്കിലും സ്വതക്കകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സാധാരണ എല്ലാ മാസത്തിലും കൊടുക്കാറുണ്ട്. അള്ളാഹുവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അത് ഇൻഷാ അല്ലാഹ് ഒരാൾ കൊണ്ടുവരുമ്പോ നിങ്ങൾ ബക്കറ്റിലേക്ക് അതിന്റെ ഒരു സ്വതക്ക ഇടുക. അലാമത്ത് ഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരുടെ അടയാളം. എല്ലാവരും പറയും, ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഞാൻ അള്ളാഹുവിന്റെ ആളാണ്, ഞാൻ അള്ളാഹുവുമായി ബന്ധമുള്ള ആളാണ്. അതിനെ നമ്മൾ അർത്ഥം പറയേണ്ടത്, അല്ലെങ്കിൽ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോഴാണ് അലാമത്ത് ഹുബ്ബില്ലാഹ്, അള്ളാഹുവിനോട് ഒരാൾ ഇഷ്ടമുണ്ട് എന്നതിന്റെ ദാഖല, അടയാളം. വഹുബ്ബി ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിനോട് ഇഷ്ടമുള്ള ആള്. അള്ളാഹുവിന്റെ ദിക്റിനോട് ഒരാൾക്ക് ഇഷ്ടമുണ്ടാ. ജലാലിയ റാത്തീബ് നടക്കുന്നുണ്ട്, മഹളറത്തുൽ ബദരിയ നടക്കുന്നുണ്ട്, ദിക്റിന്റെ മജ്ലിസ് നടക്കുന്നുണ്ട്, റാത്തീബിന്റെ മജ്ലിസ് നടക്കുന്നുണ്ട്. അതിനോട് ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ, മഹബത്തുണ്ടെങ്കിൽ അവരെ പറ്റി അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള ആള് എന്ന് പറയാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വഅലാമത്തു ബുഗ്ളില്ലാഹ്, അള്ളാഹുവിനോട് അരിസമുള്ള ആളെ അടയാളം എന്താണ്? അള്ളാഹുവിനോട് ദേഷ്യമുള്ള ആളെ ഐഡന്റിറ്റി എന്താണ്? അത് വേറെ ഒന്നും പറയേണ്ടതില്ല, വേറെ ഒന്നും അന്വേഷിക്കേണ്ടതില്ല. അലാമത്തു ബുഗ്ളില്ലാഹി വ ബുഗ്ളി ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിനോട് ആർക്കാണ് അലർജി ഉള്ളത്? അള്ളാഹുവിന്റെ ദിക്റിന്റെ മജ്ലിസിനോട് ആർക്കാണ് താല്പര്യക്കുറവുള്ളത്? ദിക്റിന്റെ മജ്ലിസിന് പോകുമ്പോൾ ഞാൻ അതിനൊന്നുമില്ല, ഞാൻ കേവലം നിസ്കരിക്കാൻ വേണ്ടി മാത്രം, ഞാൻ കേവലം സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി മാത്രം, ഞാൻ നോമ്പ് നോക്കാൻ മാത്രം, ഞാൻ സ്വതക്ക കൊടുക്കാൻ മാത്രം. അവിടെ ജലാലിയന്റെ മജ്ലിസ് വാർഷികം, 7ാം വാർഷികം നടക്കുന്നുണ്ട്, അതിലേക്കൊന്നും ഞാനില്ല, എനിക്ക് ഇതുകൊണ്ട് മാത്രം സ്വർഗം മതി എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ, ആർക്ക് സ്വർഗം കിട്ടണമെങ്കിലും, ആർക്ക് വിജയം കിട്ടണമെങ്കിലും അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടണം, അള്ളാഹുവിന്റെ അരിസം കിട്ടാതിരിക്കണം. വഅലാമത്തു ബുഗ്ളില്ലാഹ്, അള്ളാഹുവിനോടുള്ള അരിസമുള്ളതിന്റെ ഐഡന്റിറ്റി വ ബുഗ്ളി ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിനോട് വിഷമം ഉള്ളവരാണ്. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ വലിയ ഇബാദത്തും നമ്മളെ കയ്യിലില്ല, കുറെ നിസ്കാരങ്ങളൊന്നും നമ്മളെ കയ്യിലില്ല, എങ്കിലും ദിക്റിനോട് നമുക്ക് ദിക്റൊന്നും ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾ യാ അയ്യുഹല്ലദീന ആമനു ദിക്റു ദിക്റൻ കസീറ എന്ന രീതിയിൽ ആയത്തോതിയിട്ട് അത് എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ വിവരിച്ചെങ്കിലും നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ചൊല്ലിയവരോട് നമുക്ക് വലിയ ഇഷ്ടമാണ്, ചൊല്ലുന്ന സദസ്സിനോട് ഇഷ്ടമാണ്. ഇന്നിവിടെ ജലാലിയ വാർഷികത്തിന്റെ 7ാം വാർഷികത്തിന്റെ സദസ്സ് അല്ല, അതിന്റെ ഒരു ഒരുക്കത്തിന്റെ സദസ്സ് ആണ്. റിഫായി തങ്ങളെ പേരിലുള്ള മജ്ലിസും ജലാലിയ മാസത്തിൽ നടക്കുന്നതിന്റെ മജ്ലിസാണ്. പക്ഷെ ഇത്രയൊക്കെ മോമിനീങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് തങ്ങൾ വിളിച്ചുകൊണ്ട് മാത്രം വന്നതല്ല, മെസ്സേജ് കണ്ടുകൊണ്ട് മാത്രം വന്നവരല്ല. അത് അറിഞ്ഞപ്പോ തന്നെ ഞാൻ പോയാൽ അത് അള്ളാഹുവിന്റെ ഇഷ്ടം എനിക്ക് ലഭിക്കും, അവിടെ പോയി ഇരുന്നാൽ അള്ളാഹുവിന്റെ പിരിസം എനിക്ക് ലഭിക്കും, അവിടെ പോയി ഇരുന്നാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ പൊരുത്തം എനിക്ക് ലഭിക്കും. അള്ളാഹിന്റെ പൊരുത്തം ലഭിച്ചാൽ മുത്തനബിന്റെ പൊരുത്തം കിട്ടും, മുത്തനബിന്റെ പൊരുത്തം കിട്ടിയാൽ അമ്പിയാക്കളെ പൊരുത്തം കിട്ടും, അമ്പിയാക്കളെ പൊരുത്തം കിട്ടിയാൽ മുഴുവൻ മഹാന്മാരെ പൊരുത്തം കിട്ടും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇവിടെ ഇത്ര നേരം നിങ്ങൾ വന്ന് ഇരുന്ന നിങ്ങൾക്കും നമുക്കും അള്ളാഹു ദാക്കിരീങ്ങളെ കൂടെ സ്വർഗം അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ കൂടുതൽ സംസാരങ്ങളൊന്നുമില്ല, തങ്ങളുടെ നേതൃത്വത്തിലുള്ള ദുആ ആണ് ഇവിടെ ഉള്ളത്. അൽഹംദുലില്ലാഹ്, ഇവിടെ എന്തിനാണ് വന്നത്,
എന്തിനാണ് ഒരുമിച്ച് കൂടിയത്? ഞാൻ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുമെന്ന് പറയാൻ വർഷങ്ങളായി ഇത് നമ്മൾ അനുഭവിക്കുകയാണ്, വർഷങ്ങളായി നമ്മൾ ഇത് ആസ്വദിക്കുകയാണ്. 6 വർഷം മുമ്പ്, ഏകദേശം 7 വർഷം മുമ്പ് ഇത് തുടക്കം കുറിക്കുമ്പോൾ ഇതെങ്ങനെയാണ്, ഇത് ഏത് രൂപമാണ് ഒക്കെ പറയേണ്ടതുണ്ടായിരുന്നു, വിശദീകരിക്കേണ്ടതുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ഓരോരോ വർഷവും മഹാന്മാരായ വലിയ വലിയ ആലിമീങ്ങളും മഹാന്മാരും ഇവിടെ ആ വലിയ ഗ്രൗണ്ടിൽ അൽഹംദുലില്ലാ വന്ന് മദക്ക ജലാലിയ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരുമില്ല. മദക്ക ജലാലിയന്റെ ഡേറ്റ് കിട്ടിയാൽ അതിലേക്ക് റിസർവേഷൻ ചെയ്യാത്ത ആരുമില്ല. ആ രൂപത്തിൽ മഹാനായ താജുശ്ശേരിയ ശൈഖുന അലിക്കുഞ്ഞ് ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ, അവര് വന്ന് തുടക്കം കുറിച്ചു. ഒരുപാട് സൈനുൽ ഉലമ മാണി ഉസ്താദ് അടക്കമുള്ള മഹാന്മാരായ ആലിമീങ്ങൾ, മഹാന്മാരായ സാദാത്തുക്കൾ അൽഹംദുലില്ലാ നമുക്ക് വന്ന് നേതൃത്വം നൽകി. ഇൻഷാ അല്ലാഹ് ഈ ഡിസംബറിൽ അതിന്റെ വിപുലമായ വാർഷിക പരിപാടി നടക്കുകയാണ്. ഈ ഡിസംബറിൽ അതിന്റെ വിപുലമായ വാർഷിക പരിപാടി നടക്കുകയാണ്. അൽഹംദുലില്ലാ, മഹാനായ ഉസ്താദ് അവറുകൾ ഇത്ര നേരം, ചെറിയ ആഫിയത്ത് കുറവുണ്ട് എങ്കിലും ഇത്ര നേരം വന്ന് ഇരുന്ന് നമുക്ക് നേതൃത്വം നൽകിയല്ലേ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ, അവരെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ, അവരെ ക്ഷീണങ്ങളൊക്കെ അള്ളാഹു മാറ്റുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഡിസംബറിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിപുലമായ രീതിയിൽ, വളരെ വിശാലമായ രീതിയിൽ, വളരെ റാഹത്തോടുകൂടെ, വളരെ ഇസ്സത്തോടുകൂടെ നമുക്ക് ജലാലിയ വാർഷികം ഇവിടെ നടക്കണം. ഈ മദക്ക നാട്ടിൽ നടക്കുമ്പോൾ നമ്മളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിൽ പങ്കാളികളാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വർഷം നമുക്ക് നേതൃത്വം നൽകുന്നത് മഹാനായ തങ്ങൾ പറഞ്ഞു, മഹാനായ കുമ്പോൽ തറവാട്ടിലെ സാദാത്തു തറവാട്ടിലെ കാരണവരായ മഹാനായ സയ്യിദ് ആറ്റക്കോയ തങ്ങളാണ്. 2 ദിവസം മുമ്പ് ജാമിയ സഅദിയയുടെ 50-ാം വാർഷിക മഹാസമ്മേളനം വലിയ വലിയ ആലിമീങ്ങളും സാദാത്തുക്കളും മഹാന്മാരും വലിയ വലിയ മഹത്തുക്കളും ദാക്കിരീങ്ങളും വഹിബീങ്ങളും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ 10,000-കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടി ആ സദസ്സിൽ മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് കടന്നു വന്നു. ഉസ്താദ് അവറുകൾ വരുന്നത് മലേഷ്യയിൽ നിന്നാണ്. മലേഷ്യയിൽ അവിടുത്തെ പ്രധാനമന്ത്രി ഉസ്താദിനെ സ്വീകരിക്കുന്നതും ഉസ്താദിന് ഖിദ്മത്ത് ചെയ്യുന്നതും സഹീഹുൽ ബുഖാരി ദർസിന്റെ ആ വലിയ കോൺഫറൻസിൽ സംബന്ധിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ശൈഖുന ഉസ്താദ് പോകുമ്പോൾ ഉസ്താദിന്റെ കൈപിടിക്കുകയും ഉസ്താദിന് ഖിദ്മത്ത് ചെയ്യാൻ വലിയ തിരക്ക് കൂട്ടുകയും ചെയ്യുന്നത് ഒരു രാഷ്ട്രത്തിന്റെ രാജാവാണ്, ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അള്ളാഹു ആ പ്രധാനമന്ത്രിക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. മഹാനായ ഉസ്താദ് അവറുകൾ അവിടുന്ന് നേരെ ഉള്ളാളത്തേക്ക് വന്നു. ഉള്ളാളത്തെ ഉറൂസിന്റെ പതാക ഉയർത്തി അവിടുന്ന് ഡേറ്റ് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിന് ശേഷം നേരെ മഹാനായ ഉസ്താദ് അവറുകൾ ജാമിയ സഅദിയ സമ്മേളനത്തിലേക്ക് ഇശാ ബാങ്കിന്റെ സമയം കഴിയുമ്പോൾ എത്തി. ഉസ്താദ് അവറുകൾ വളരെ വിശാലമായ രീതിയിൽ അവിടുന്ന് പ്രസംഗിച്ചു. പ്രസംഗത്തിന്റെ അവസാനത്തിൽ ഒരുപാട് ആലിമീങ്ങൾ ഉണ്ടവിടെ, ഒരുപാട് സാദാത്തുക്കൾ ഉണ്ടവിടെ, ഒരുപാട് മഹാന്മാരുണ്ടവിടെ. വലിയ ബഹറുൽ ഉലൂമാകുന്ന മഹാനായ സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള വലിയ വലിയ കടല് പോലെയുള്ള ആലിമീങ്ങൾ, സദസ്സിൽ 1000-കണക്കിന് സഅദികളായ പണ്ഡിതന്മാർ, 10,000-കണക്കിന് മൂമിനീങ്ങളുണ്ട്. ആ മൂമിനീങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയ സ്ഥലത്ത് മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് പറഞ്ഞു, ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായ നമ്മുടെ ഈ ഭാഗത്ത് വടക്ക് ഭാഗത്ത് വലിയ നേതൃത്വമായ മഹാനായ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ, അവർ കേവലം ഒരു ഉലമാഇന് മാത്രം മാതൃക ഉള്ള ആള് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മഹല്ലിലുള്ള വ്യക്തികൾക്ക് മാത്രം മാതൃക ഉള്ള ആള് അല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുടുംബത്തിന് മാതൃക ഉള്ള ആള് അല്ല, മറിച്ച് കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും വിവിധ രാജ്യങ്ങളിലൊക്കെ 10,000-കണക്കിന് തങ്ങന്മാരുണ്ട്, 10,000-കണക്കിന് സാദാത്തുക്കളുണ്ട്. ആ സാദാത്തുക്കൾക്ക് തുടരപ്പെടാൻ യോഗ്യതയുള്ള പണ്ഡിതനാണ് സയ്യിദ് കുമ്പോൽ ആറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് കഴിഞ്ഞ ഞായറാഴ്ച ലോക മുസ്ലിമീങ്ങളുടെ മുന്നിൽ അവർക്ക് വലിയ വിശേഷണം നൽകി. ഖുദ്വത്തുസ് സാദാത്ത് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ എന്ന് അവിടെ നാമകരണം ചെയ്തു. ഖുദ്വത്തുസ് സാദാത്ത് എന്ന് പറഞ്ഞാൽ മുഴുവൻ അഹ്ലു ബൈത്തിനും സാദാത്തിനും തുടർച്ചയ്ക്ക് അവകാശമുള്ള
അതിന് ക്വാളിഫൈഡ് ഉള്ള നേതൃത്വമാണ് എന്ന്. അൽഹംദുലില്ലാ, ഡിസംബറിൽ ഇവിടെ നടക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകൾക്കും മഹാനായ ഖുദ്വത്തു സാദാത്ത് തങ്ങൾ നേതൃത്വം നൽകും എന്ന് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ അടക്കമുള്ള കുമ്പോൽ തറവാട്ടിലെ മറ്റ് സാദാത്തുക്കളൊക്കെ ജലാലിയക്ക്, മഹ്ലറത്തുൽ ബദരിയക്ക്, മങ്കൂസ് മൗലിദിന്, മറ്റ് ആത്മീയ വേദികൾക്കൊക്കെ ഇവിടെ സാന്നിധ്യം അറിയിക്കുമ്പോൾ ഇവിടെ നിങ്ങളെ വിളിച്ചത് എന്തിനാണ്? വിളിച്ചത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഡേറ്റ് തങ്ങൾ പറയും, ഡിസംബറിലാണ് അത് നടക്കുന്നത്. അത് ഏതെങ്കിലും ഒരു വെള്ളി അസ്തമിച്ച ശനിയാണ് നടക്കുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. തങ്ങൾ അവർ ഡേറ്റ് പറയും. ഈ ഡേറ്റ് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ മഹല്ലിലുള്ള എല്ലാ മോമിനീങ്ങളെയും മോമിനാത്തുകളെയും, അവിടെയുള്ള എല്ലാ മോമിനീങ്ങളെയും മോമിനാത്തുകളെയും, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെയും നമ്മുടെ ആ വലിയ മഹാസംഗമത്തിലേക്ക് മഹാന്മാരായ ആലിമീങ്ങൾ ഖുദ്വത്തു സാദാത്ത് എന്ന് നാമകരണം ചെയ്ത മഹാനായ കുമ്പോല് ആറ്റക്കോയ തങ്ങളെ പോലെയുള്ള വലിയ വലിയ സാദാത്തുക്കൾ ദുആ ചെയ്യുമ്പോൾ അതിൽ ഒരു ഉമ്മ ആമീൻ പറഞ്ഞാൽ, അതിൽ ഒരു ബാപ്പ ആമീൻ പറഞ്ഞാൽ, അതിലൊരു സഹോദരൻ ആമീൻ പറഞ്ഞാൽ, ഒരു സഹോദരി ആമീൻ പറഞ്ഞാൽ അത് വലിയ ഫലം ഉള്ള വിഷയം ആണ് അല്ലോ. നമ്മളെ കൊണ്ട് ഒരാൾ ഈ സദസ്സിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് ഇനി ഒരു മാസം തന്നെ തികച്ചും ഒരു മാസം ഇല്ല. ആ ഡേറ്റ് പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് സമയം മനസ്സിലാകും. ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഡേറ്റ് പ്രഖ്യാപിച്ചാൽ ആ ഡേറ്റ് എല്ലാവരുടെയും സ്റ്റാറ്റസിൽ ഉണ്ടാകുക. സ്റ്റാറ്റസ് എന്ന് ഉദ്ദേശിച്ചത് ഖൽബാകുന്ന സ്റ്റാറ്റസ്, ഖൽബാകുന്ന മനസ്സാകുന്ന സ്റ്റാറ്റസിൽ ഉണ്ടാകുക. ആ ഡേറ്റിൽ ഒന്ന് നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ നാട്ടിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ വേദികളിൽ എന്തെങ്കിലും പരിപാടികൾ, എന്തെങ്കിലും വഅലുകൾ, എന്തെങ്കിലും ബുർദകൾ, എന്തെങ്കിലും മറ്റു മജ്ലിസുകൾ ഉണ്ടെങ്കിൽ ആ ഡേറ്റിൽ അത് മദക്കയിൽ ജലാലിയ വാർഷികം ഉണ്ട്, എന്റെ നാട്ടിൽ അന്ന് ഒരു പരിപാടിയും ഉണ്ടാകാൻ പാടില്ല എന്ന് ആ നാട്ടിലുള്ള എല്ലാവരും തീരുമാനിക്കുക. ഒന്ന്. രണ്ടാമത്തത്, കഴിവിന്റെ പരമാവധി നമുക്കിതിന്റെ ഒരു പ്രചരണം ആവശ്യമുണ്ട്. ഇത് എന്തിനാണ് പ്രചരണം? ഇത് വേറെ ഒന്നുമല്ല, അതിൽ വേറെ യാതൊരു ലാഭവുമില്ല. ഇത് നിങ്ങൾക്കൊക്കെ അറിയും. ഇവിടെ ജലാലിയ വാർഷികം കഴിഞ്ഞു. അൽഹംദുലില്ലാ, ആയിരങ്ങൾ കൊടുത്തവരുണ്ട്, 10,000 കൊടുത്തവരുണ്ട്, ഒരുപാട് സംഖ്യകൾ കൊടുത്തവരുണ്ട്, അവരവരെ കൊണ്ട് കഴിയുന്ന സംഖ്യകൾ കൊടുത്തവരുണ്ട്. അതൊക്കെ ഇവിടെ ചെലവഴിച്ചത് അൽഹംദുലില്ലാ ഇവിടെ ചെലവഴിച്ചത് ഇവിടെയുള്ള റാത്തീബിന്റെ മജ്ലിസിന് വേണ്ടിയാണ്, റാത്തീബിന്റെ മജ്ലിസിന്റെ ഒരുക്കത്തിന് വേണ്ടിയാണ്, ഇവിടെയുള്ള ഭക്ഷണത്തിന് വേണ്ടിയാണ്, ഇവിടെയുള്ള ബാക്കിയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്, ആലിമീങ്ങളും സാദാത്തുക്കളും വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. ആ ക്യാഷ് മുഴുവനായി അതിന് ചെലവഴിക്കുക എന്ന നിയത്താണ് തങ്ങളുടെ മനസ്സിൽ ഉള്ളത്, തങ്ങളുടെ ഖൽബിൽ ഉള്ളത്. എങ്കിലും തങ്ങളുടെ മനസ്സിൽ അതിന്റെ കൂടെ ഉണ്ട്, ഇതിൽ നിന്ന് എന്തെങ്കിലും മോമിനീങ്ങൾ തരുമ്പോൾ ബാക്കിയായാൽ അത് പാവങ്ങൾക്ക് നൽകണം, അത് വളരെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് നൽകണം. മാരകമായ രോഗത്തിന് അടിമപ്പെട്ടവർ ഒരു ചെറിയ മരുന്നിന് ഈ ജലാലിയക്ക് മോമിനീങ്ങൾ തന്ന ക്യാഷ് ഒന്ന് ചെലവഴിച്ചാൽ അത് വലിയ സന്തോഷമാണല്ലോ എന്ന രീതിയിൽ എത്രയാണ് പാവപ്പെട്ട രോഗികൾ, എത്രയാണ് വിധവകളായ സ്ത്രീകൾ, എത്രയാണ് കല്യാണപ്രായത്തിന് പ്രിയപ്പെട്ട പെൺകുട്ടികൾ അങ്ങനെ വീട് കെട്ടുന്ന വിഷയങ്ങളിൽ ഈ 6-7 വർഷത്തിന്റെ ഇടയിൽ അൽഹംദുലില്ലാ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊറോണ സമയത്തൊക്കെ സാധാരണ വീടുകളിലേക്കും സാധാരണ മോമിനീങ്ങളിലേക്കും സാധാരണ രോഗികളിലേക്കും നൽകുന്നതിന്റെ അപ്പുറം ഒരുപാട് സാദാത്തുക്കളുണ്ട്. അവർ ചിലപ്പോൾ പബ്ലിക്കായി വരാറില്ല, ഒരാളെ മുമ്പിലും വരാറില്ല, ഒരു മജ്ലിസിലും വരാറില്ല. അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളിലുള്ള പാവപ്പെട്ട സാദാത്തുക്കളുണ്ട്. അവർ വളരെ വിഷമം അനുഭവിക്കുന്നവർ, ആരോടും ഒന്നും ചോദിക്കൂല. അവരെ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് റേഷൻ സമ്പ്രദായം ഈ ജലാലിയയിൽ നിന്ന് ബാക്കിയായ ക്യാഷുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് 1 രൂപ കൊടുക്കുമ്പോൾ, ഒരു 10 രൂപ കൊടുക്കുമ്പോൾ, ഒരു 1000 രൂപ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന സംഖ്യകൾ കൊടുക്കുമ്പോൾ, ഒന്ന് ദിക്റിന് വേണ്ടി അത് അള്ളാഹു പൊരുത്തപ്പെട്ടതാണ്, 2 സാദാത്തുക്കൾക്ക് വേണ്ടി അത് അള്ളാഹു പൊരുത്തപ്പെട്ടതാണ്, 3 ആലിമീങ്ങൾക്ക് വേണ്ടി അത് അള്ളാഹു പൊരുത്തപ്പെട്ടതാണ്, 4 ഏറ്റവും ഹൈറായ അഫ്ളലാകുന്ന ഈ തുആമു ഭക്ഷണത്തിന് അത് അള്ളാഹു പൊരുത്തപ്പെട്ടതാണ്. അതിന്റെ പുറമെ ഈ പറയപ്പെട്ട വിധവകൾക്ക്, ഈ പറയപ്പെട്ട പാവങ്ങൾക്ക് ഒക്കെ നൽകുകയാണ്. അതൊന്നും ഇവിടെ അനൗൺസ്മെന്റ് ചെയ്യാനില്ല. അവർക്ക് കൊടുക്കും, ഇവർക്ക് കൊടുക്കും, അത്ര കൊടുക്കും, ഇത്ര കൊടുക്കുമെന്നൊന്നുമില്ല. കഴിയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷുകളൊക്കെ അങ്ങനെ ചെലവഴിക്കണമെന്ന് തങ്ങളൊരു ആഗ്രഹം വെച്ചതാണ്. അതിനുവേണ്ടി ചെലവഴിക്കണമെന്ന് ആരും ഒരു കണ്ടീഷൻ നൽകിയിട്ടില്ല. തങ്ങൾ പറഞ്ഞു, ഞനക്കത്
സന്തോഷമാണ്, അത് സമാധാനമാണ്, അത് മനസ്സിന് വലിയ റാഹത്താണ്. അള്ളാഹു അതൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ഭാഗങ്ങളിലും, നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ അവസാനമായി ഒറ്റൊരു വാക്ക്, സംസാരം നീണ്ടുപോയി. തങ്ങളെ വിളിച്ചാൽ നമുക്ക് തങ്ങളെ കിട്ടാൻ യാതൊരു പ്രയാസവുമില്ല. തങ്ങളെ ഒന്ന് ഒരു ഫോൺ വിളിച്ചാൽ മതി, വേണ്ട തങ്ങൾക്കൊരു മിസ്ഡ് കോൾ അയച്ചാൽ മതി. ഒരു മിസ് കോൾ അയച്ചാൽ തങ്ങളവർ തിരിച്ചു വിളിക്കും. നമ്മളൊരു മിസ് കോൾ അയച്ച അങ്ങനല്ലേ, ഒരു മിസ് കോൾ അങ്ങോട്ട് അയച്ചാൽ മതി, അങ്ങോട്ട് വിളിക്കും. നമ്മളൊരു വോയിസ് അയച്ചാൽ മതി, ആ വോയിസ് അയച്ചാൽ നമ്മൾ വിചാരിക്കും ഞാൻ അയച്ച വോയിസ് മാത്രം. അങ്ങനെ എത്ര ആൾക്കാരെ വോയിസ് വരുന്നുണ്ടാവും, എത്ര ആൾക്കാരെ വോയിസ് വരുന്നുണ്ടാവും. അവർ പല സ്ഥലങ്ങളിലും പരിപാടിക്ക് പോകുന്നു, പലവുമായി. ഏകദേശം 99% വോയിസുകൾക്കും മറുപടി പറയാൻ തൗഫീഖ് ലഭിച്ച ഒരാളുണ്ടെങ്കിലും അതൊക്കെ തങ്ങളായിരിക്കും, ഞാൻ മനസ്സിലാക്കുന്നത്. അത് വലിയ ആലിമീങ്ങൾ, ഓലമുണ്ട് ഉസ്താദനാവണം, അല്ലെങ്കിൽ വലിയ അറിയപ്പെട്ട ആളാവണം, അല്ലെങ്കിൽ വലിയ പണക്കാരനാവണം എന്നൊന്നും ചിന്തിക്കാറില്ല. സാധാരണത്തെ ബാല്യക്കാർ ആ ബാല്യക്കാർ ഒരു മെസ്സേജ് വെറുതെ ഒന്ന് അയച്ചു നോക്കിയേ എന്നിന്, അങ്ങനെ കുറെയൊക്കെ അയച്ചിന്, അതിനൊന്നും എന്താക്കില്ല, മറുപടി കിട്ടിയിട്ടില്ല, ഇനി ഇസ്രാഫീൽ ഊതിയെങ്കിലും കിട്ടില്ല എന്നുള്ള ഉറപ്പിൽ തന്നെ അയക്കുന്നത്. പക്ഷെ അതേ സെക്കൻഡിൽ, അതേ മിനിറ്റിൽ, അതേ മണിക്കൂറിൽ, അതേ നാളിൽ തങ്ങളെ മറുപടി കിട്ടുമ്പോൾ ആ ബാല്യക്കാരനായ ചെറുപ്പക്കാരനെ, ഞാനൊരു മുതഅല്ലിം അല്ലല്ലേ, ഞാനൊരു ആലിമൊന്നും അല്ലല്ലേ, ഞാനൊരു പ്രഭാഷകനൊന്നല്ലേ, എന്നതിനും മറുപടി നൽകിയ തങ്ങളെ മനസ്സങ്ങനെ വിശാലമാണ്. അതുകൊണ്ട് തങ്ങളെ ആര് വിളിക്കുമ്പോഴും, തങ്ങൾ ഏത് സ്ഥലങ്ങളിൽ എത്തുമ്പോഴും, മരിച്ച വീടുകളാണെങ്കിൽ അങ്ങനെ, രോഗികളാണെങ്കിൽ അങ്ങനെ, അവിടെ ഒന്നും തങ്ങളെ വിളിക്കാനോ അറിയിക്കണോ എന്നില്ല, അവിടെ എത്തിപ്പോയി. തങ്ങൾക്ക് അങ്ങനത്തെ ഒരു മഹബത്താണ്, തങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്നേഹമാണ്. ആ തങ്ങളെ സ്നേഹത്തിന് മറുപടി സ്നേഹമായി നമ്മൾ ചെയ്യേണ്ടത്, തങ്ങളെ ബാപ്പ വരുന്ന മജ്ലിസ്, തങ്ങൾ ഏറ്റവും ആദരിക്കുന്ന കുമ്പോൽ സാദാത്തുക്കൾ വരുന്ന മജ്ലിസിൽ നമ്മളെത്തണം, നമ്മൾ ചൊല്ലണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, അതുമായി ബന്ധപ്പെട്ട് എല്ലാ മഹല്ലിലും വിട്ല പരിസരത്തുള്ള ഏതൊക്കെ മഹല്ലുണ്ട്, ഒരു പേര് പറഞ്ഞങ്ങ് നീണ്ടുപോകും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വിട്ല പരിസരത്ത് ഏതൊക്കെ മഹല്ലുകളുണ്ട്, ആ മഹല്ലുകളിൽ ആ മഹല്ലത്തുകാരെ വിളിച്ചിട്ട് നമ്മൾ പറയേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. ഈ സാലത്തൂർ ഭാഗത്ത് ഒരുപാട് മഹല്ലുണ്ട്. ആ മഹല്ലുകളിലേക്ക് അതിലുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മളൊരു സുഹൃത്തായിരിക്കും, അവർക്ക് വിളിച്ചു പറയണം. ഈ ബോളന്തൂർ മഞ്ചി ഭാഗത്ത് നമ്മളുമായി ബന്ധപ്പെട്ട മഹല്ലുണ്ട്, ടൗണുകളുണ്ട്. അവിടെയുള്ള ഒരു ചെറുപ്പക്കാരന്, ഒരു സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തകന് നമ്മൾ വിളിച്ചു പറയണം. അപ്പുറത്ത് സജിപ്പ ഭാഗത്തുള്ള ഒരുപാട് ഭാഗമുണ്ട്, അവിടെയുള്ള ഒരു ചെറുപ്പക്കാരന് നമ്മൾ വിളിച്ചു പറയണം. അതുപോലെ കല്ലെടുക്ക ഭാഗത്ത് ഒരുപാട് ആൾക്കാർ, ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് വിളിച്ചു പറയണം. കബക്ക ഭാഗത്ത്, അളക്കമജൽ ഭാഗത്ത് ഒരുപാട് നമ്മളുമായി ബന്ധപ്പെട്ട് അവർക്ക് വിളിച്ചു പറയണം. അങ്ങനെ ഓരോരോ ഭാഗങ്ങളിലും ബിസി റോഡ് ഭാഗത്തുള്ളവർക്ക് നമ്മൾ വിളിച്ചു പറയണം. അതുപോലെ ബാക്രബയിലെ പാത്തൂർ ഭാഗത്തുള്ളവർക്ക് നമ്മൾ വിളിച്ചു പറയണം. വിളിച്ചു പറയേണ്ടത് എന്താണ്? ഒരു ഫ്ലക്സ്, ഒറ്റ ഫ്ലക്സ്. ആ ഫ്ലക്സ് എല്ലാ ടൗണുകളിലും ഉണ്ടാകണം. അതിന്റെ മാറ്റർ ഇൻഷാ അല്ലാഹ് ഇവിടെ തരും. അതിന്റെ മാറ്റർ, ഫ്ലക്സിന്റെ മാറ്റർ എന്താക്കും ഇവിടെ തരും. ആ ഫ്ലക്സ് എല്ലാവരും ഒന്ന് ഇട്ടാല്, ഒരു തലക്കീൽ ടൗണിൽ ഒന്ന് കണ്ടാല്, ഒരു സാലത്തൂർ ടൗണിൽ ഒന്ന് കണ്ടാല്, ഒരു കുക്കാജ് ടൗണിൽ ഒന്ന് കണ്ടാല്, ഒരു മാർണബയിൽ ടൗണിൽ ഒന്ന് കണ്ടാല്, ഒരു കബക്ക ടൗണിൽ ഒന്ന് കണ്ടാല്, ഒരു വിട്ല ടൗണിൽ ഒന്ന് കണ്ടാല്, അൽഹംദുലില്ലാഹ് വലിയ സന്തോഷവും. അതിന്റെ പുറമെ ഈ ഉൾഭാഗങ്ങളിലുള്ള ഓരോരോ മഹല്ലുകളുണ്ട്, ഓരോരോ പള്ളികൾ. നമ്മളെ നാട്ടിന്റെ പള്ളി, അതാണ് നമ്മളെ കേന്ദ്രം. ആ പള്ളിന്റെ മുറ്റത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഫ്ലക്സ്, അത് ആ ദിക്റിനോടുള്ള ഒരു മഹബത്തിന്റെ ഒരു അടയാളം കൂടിയാണ്. മൻജാഹദഹു ബിയദിഹി ഫഹുവ മുഅ്മിൻ. കൈകൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ മുഅ്മിനാണ്. കൈകൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ എന്നല്ലെങ്കിൽ കൈകൊണ്ട് കത്തി കൊണ്ട് കുത്തുന്ന, അല്ലെങ്കിൽ കൈ കൊണ്ട് തയ്ക്കുന്ന അല്ല. കൈകൊണ്ട് യുദ്ധം ചെയ്യാന്നല്ലെങ്കിൽ കൈകൊണ്ട് ഫ്ലക്സ് എടുത്തിട്ട് കെട്ടുക, അതാണ് കൈകൊണ്ടുള്ള യുദ്ധം ഇസ്ലാമിൽ. ഫഹുവ മുഅ്മിൻ, അവൻ ഈമാനുള്ളവനാണ്. വമൻ ജാഹദഹു ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. ഖൽബ് കൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ മുഅ്മിനാണെന്ന് പറഞ്ഞാൽ ഖൽബ് കൊണ്ട് എനിക്ക് ജലാലിയക്ക് പോകണം, ജലാലിയ മജ്ലിസ് വിജയിപ്പിക്കണം, അത് തങ്ങന്മാരെ നേതൃത്വം നൽകുന്നതാണ് എന്ന് ഖൽബ് കൊണ്ട് ആശ വെച്ചാൽ വമൻ ജാഹദഹു ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹു ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. നാവ് കൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ മുഅ്മിനാണെന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് അതിന്റെ പ്രചരണം, ഫോണുകൾ, മെസ്സേജുകൾ, പ്രവർത്തനങ്ങൾ നടത്തുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എല്ലാ മഹല്ലിലും അതിന്റെ പ്രചരണങ്ങൾ ഉണ്ടാക്കുകയും വാട്സപ്പിലും അതിന്റെ പ്രചരണങ്ങൾ നടത്താം. പക്ഷേ വാട്സപ്പ് പണ്ടത്തതുപോലെ അല്ല. വാട്സപ്പിൽ ഒരു അസ്സലാമു അലൈക്കും പറയുന്നതിനേക്കാളും നല്ലത് ഖബർസ്ഥാനിലുള്ള മയ്യത്തിന് സലാം പറഞ്ഞാൽ ചിലപ്പോൾ മയ്യത്ത് സലാം മടക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും വാട്സപ്പിൽ ഇപ്പൊ സലാമിന് മടക്കം കിട്ടാറില്ല. വാട്സപ്പിൽ ഒന്നുമില്ല, അതിങ്ങനെ ഒരു പേരിന് മാത്രം ഒരു പോസ്റ്ററോ ഒരു വീഡിയോകളോ, അത് വേണ്ടെന്നല്ല പറയുന്നത്.
അത് ഓൺലൈൻ സംവിധാനത്തോടുകൂടെ അത് ഏകദേശം മരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ ഒരു പോസ്റ്റർ ഇട്ട് അതുകൊണ്ട് എല്ലാവരും വരും എന്ന് വിചാരിച്ചെങ്കിൽ അതൊന്നും നടക്കൂല. അങ്ങനെ ഞാൻ ഇട്ട പോസ്റ്ററിന് കയ്യും കണക്കൂല, അശേരിയിൽ പിന്നെ കാലുകുത്ത സ്ഥലം ഉണ്ടാവല്ലോ. അതുകൊണ്ട് അത് തൽക്കാലം ഒരു ഭാഗം മാത്രമാണ്, 1% മാത്രമാണ്. 90% നമ്മുടെ ശാരീരികമായ മാനസികമായ അധ്വാനമാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇവിടെ വേറെ ഒന്നും കൂടുതലൊന്നും സംസാരിക്കാനോ മറ്റോ ഒന്നുമില്ല. ഇവിടെ ഇൻഷാ അല്ലാഹ് തങ്ങൾ ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. തങ്ങൾ ഇവിടെ ഡേറ്റ് പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപിച്ചാൽ എല്ലാവരും അതിനെ നെഞ്ചിലേറ്റുക. അതിന്റെ പുറമെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാതെ ആവശ്യപ്പെടാതെ തന്നെ എല്ലാ ഭാഗത്തു നിന്നും പത്ര് കൊണ്ടുവരാറുണ്ട്. പത്ര് എത്രയാണ് കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ കഴിഞ്ഞ വർഷം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞത് അത് എത്രയാണെന്ന് പറയാൻ പാടില്ല. ചുരുങ്ങിയത് 313 പത്രം ഒരാൾ നേർച്ചയാക്കിയാൽ തീർന്നവിടെ. ഒരു 313 പത്രം ഞാൻ ഇൻഷാ അല്ലാഹ് കൊണ്ടുവരാം എന്ന് ഒരു പുരക്കാരൻ നിയത്ത് ചെയ്ത് ബാക്കിയായെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണമെന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. ഒരിക്കലും ഇവിടെ ബാക്കിയാവൂല. അതിനനുസരിച്ചുള്ള മോമിനിയങ്ങൾ അള്ളാഹു എത്തിക്കും. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു 313 ടാർഗറ്റ് പത്രിന് ഇൻഷാ അല്ലാഹ് ഞാൻ കൊണ്ടുവരാം. ഇനി ഞാൻ കൊണ്ടുവരുമ്പോ അത് പറ്റൂല, എന്റെ പെങ്ങളുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, അവരെണ്ണത്തിനനുസരിച്ച് എണ്ണം കൂട്ടുന്നെങ്കിൽ അങ്ങനെ കൂട്ടുകയും ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. പത്ര് അതുമായി ബന്ധപ്പെട്ടതൊക്കെ ചെയ്യണം. ബാക്കി ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം. ഇനി ഇതിനായിട്ടൊരു മീറ്റിംഗ് കൂടുതൽ മറ്റ് മറിച്ച് ഒന്നും കൂടുതൽ ഉണ്ടാകൂല. ഏകദേശം ഇന്ന് തന്നെ നമ്മൾ സംസാരിച്ചിട്ട് എന്തെങ്കിലും ചർച്ച ചെയ്യാനുള്ള ചർച്ച ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് തീർക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ജലാലിയ വാർഷിക പരിപാടി തങ്ങളവറുകൾ ഏറ്റു നടത്തുന്നു എന്നറിഞ്ഞപ്പോ ഒരാള് ഒരു 11,111 രൂപ അൽഹംദുലില്ലാഹ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. തങ്ങളെ ജലാലിയല്ലേ, തങ്ങളെ സാദാത്തുക്കൾ വരുന്ന ജലാലിയല്ലേ, ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും വരുന്ന ജലാലിയല്ലേ, എത്രയോ ആള് ഭക്ഷണം കഴിക്കുന്നതല്ലേ. അശ്ശരിയിലുള്ള മുഴുവൻ കിടാക്കൾക്കും മുതഅല്ലിമീങ്ങൾക്കും അന്ന് രാത്രിയത്തെ ഭക്ഷണം ഇവിടെയാണ്. അങ്ങനെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതല്ലേ. അതുകൊണ്ട് എന്നോട് ചോദിക്കണമെന്നില്ല എന്ന് പറഞ്ഞ് 11,111 രൂപ ഒരാൾ തന്നിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ദാക്കിരീങ്ങളെ കൂടെ സ്വർഗം നൽകുമാറാവട്ടെ. ദാക്കിരീങ്ങളെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കുമാറാവട്ടെ. പിന്നെ ഒരാള് തങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 4,444 ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിനും ബർക്കത്ത് കൊടുക്കട്ടെ. നമ്മൾ അധ്വാനിച്ച ക്യാഷുകൾ, നമ്മൾ നയിക്കുന്ന ക്യാഷുകളൊക്കെ മരുന്നിന് വേണ്ടി, ഹോസ്പിറ്റലിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു അവസ്ഥ അള്ളാഹു ഈ സ്വതക്കന്റെ ബർക്കത്ത് കൊണ്ട് ആ കുടുംബത്തിന് അള്ളാഹു നൽകാതിരിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ട്, ഒരുപാട് രോഗികളുണ്ട്. മൻസി ഉസ്താദിന്റെ പ്രിയപ്പെട്ട പത്നി സുഖമില്ലാതെ ഐസിയുവിൽ ഒരുപാട് ദിവസമായി. അള്ളാഹു ആ മഹദിക്ക് പൂർണ്ണമായ ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ആരെയും നിർബന്ധിക്കുന്നതല്ല. നിങ്ങൾ ഈ വിഷയത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. ഇവിടെ വരുന്നവരൊക്കെ ഇതിനു വേണ്ടി ഓടുന്നവരും പ്രവർത്തിക്കുന്നവരും അധ്വാനിക്കുന്നവരുമാണ്. ഇതിന്റെ ചെറിയ രൂപരേഖ ഇൻഷാ അല്ലാഹ് തങ്ങളൊന്ന് പറയും. കാരണം എനിക്ക് കൂടുതൽ കൂടാനും മറ്റൊന്നും ഇല്ലല്ലേ. എങ്കിലും ഞാൻ എൻ്റെ ഒരു മനസ്സിന്റെ റാഹത്തിന് നമ്മളെ ഈ എല്ലാ വിഷയത്തിലും മഹാനായ തങ്ങളവറുകളെ നമുക്കൊരു പ്രവർത്തകനെ പോലെ ഈ ഉസ്താദിന്റെ ആണ്ട് മിനിയാന്ന് നടന്നു, സുരുവേൽ ഉസ്താദിന്റെ ആണ്ട് നടന്നു. അതിലൊരുപാട് മോമിനീങ്ങളും ഒരുപാട് ആൾക്കാരൊക്കെ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. സന്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഇബ്രാഹിം, നമ്മളെ ഹംസ മൂളാർ അവരെ വകയാണ് ഫ്രീ ആയി നമുക്ക് 10,000 ആൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നത്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. വലിയ സന്തോഷം. എല്ലാവരും പറഞ്ഞതെന്ത്, സന്തലി ഞങ്ങൾ വളരെ അധ്വാനിച്ച് വളരെ ഭംഗം വന്ന് കൊണ്ടുവരുമ്പോ തങ്ങളെ ഞങ്ങളെ സ്വീകരിക്കാനുണ്ടായി. ഞങ്ങൾ 1 കിലോന് അരി കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ഒരു 10 കിലോ കൊണ്ടുവന്നതാണ്. പക്ഷെ അവിടെ ഞങ്ങളെ സ്വീകരിക്കാനും ദ്വാരക്കാനും തങ്ങളുണ്ടായി. അത് നമുക്കൊരു വലിയ സന്തോഷമാണ്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ദിക്റിന്റെ മജ്ലിസല്ലേ, ജലാലിയന്റെ മജ്ലിസല്ലേ, മൻഖൂസ് മൗലിദിന്റെ മജ്ലിസല്ലേ, അതുപോലെ ബദരീങ്ങളെ പേര് പറയുന്ന മജ്ലിസല്ലേ, മഹാന്മാരായ സാദാത്തുകൾ വരുന്ന മജ്ലിസല്ലേ. എന്റെ വക എന്തെങ്കിലും അതിലേക്ക് കൊടുത്താൽ അതുകൊണ്ട് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടുമെന്ന നിയ്യത്തോടുകൂടെ സഹായിക്കുന്ന, സഹകരിക്കുന്ന ഒരുപാട് ഉമ്മമാര്, ബാപ്പമാര്, ആണ് പെണ്ണ്, ചെറുത് വലുത്, ഈ നാട്ടിലുള്ളവർ പരിസരത്തുള്ളവരൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരു 4,444 ആരാ ഉള്ളത്? ഒരു 4,444 ആ സദസ്സിലേക്ക്
നമ്മളെ അബ്ദുള്ള ഹാജി പരപ്പ് 4444. അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കട്ടെ, അദ്ദേഹത്തിന്റെ നിയ്യത്ത് അള്ളാഹു പൂർത്തിയാക്കട്ടെ. ദാക്കിരീങ്ങളെ കൂടെ വലിയ സൗഭാഗ്യം കിട്ടുന്ന കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു 4444 നമ്മളെ അബൂബക്കർ ആര് എഴുതുന്ന ആരുണ്ട്? ആരുല്ലേ? അബൂബക്കർ അറിഞ്ഞ ഞങ്ങളെ സർക്കള അബൂബക്കർ ബംഗുള അബൂബക്കർ 4444. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. നമ്മളെ മാഷാ അല്ലാഹ് നമ്മളെ സുലൈമാൻ ഹാജിയാർ അൽഹംദുലില്ലാഹ് ഈ മദക്കയിൽ വലിയ സന്തോഷമാണ് നമുക്ക്, വലിയ ഒരു സന്തോഷം കൂടിയാണ്. എല്ലാ വിഷയത്തിലും മുന്നിലുണ്ടാവും. അയാളെ മോൻ ഹമീദും കുടുംബവും എല്ലാം അള്ളാഹു സുലൈമാൻ ഹാജിക്കും മക്കളും കുടുംബത്തിനും 4444 അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. ഷെരീഫ് കോട്ടൻകൊടി 4444. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ, വിഷമങ്ങളൊക്കെ അള്ളാഹു നീക്കട്ടെ. പിന്നെ ബിസ്മില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ആര്? നമ്മളെ പറലെടുക്ക മൂല അബൂബക്കർ അല്ലേ? അബൂബക്കർ 4444. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഉമ്മ മരണപ്പെട്ടു പോയി, ഉമ്മന്റെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കട്ടെ, എല്ലാ വിഷമങ്ങളും അള്ളാഹു നീക്കട്ടെ. പിന്നെ ഒരു 4444 ആര് കാണുന്നില്ല? എവിടെ? നമ്മളെ മുനീറാജി ഇറ 4444. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, കുടുംബങ്ങളിൽ സന്തോഷം കൊടുക്കട്ടെ. ബാക്കിൽ ഒരാള് പറഞ്ഞ് വ്യക്താകുന്നില്ല മുഖം. സിറാജ മൂർഗോളി സിറാജ് അല്ലേ? അങ്ങനെ നമ്മളെ സിറാജ് 4444. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. അലിമദൻ ഉസ്താദ് മുന്നിലേക്ക് വരും. 4444. പിന്നെ ആരുള്ള? ഒരു 4444 ഫയാസ എവിടെ? ഞങ്ങളെ ഫയാസ് NC ഗൈസിന്റെ നമ്മളെ ഈ വർഷം ഉസ്താദിന്റെ ആണ്ട് നേർച്ചയുമായൊക്കെ വലിയ സഹകരിച്ച ബാല്യക്കാരാണ്. NC റോഡിന്റെ ബാല്യക്കാർ ഫയാസ് 4444. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അവന്റെ ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ അള്ളാഹു വലിയ അഭിവൃദ്ധി നൽകുമാറാവട്ടെ. എല്ലാം അള്ളാഹു സക്സസ് ആക്കട്ടെ, എല്ലാ വിഷമങ്ങളും അള്ളാഹു നീക്കുമാറാവട്ടെ. 4444 നമ്മളെ ഫയാസ് NC റോഡ്. പിന്നെ ഒരു 4444 ആരുണ്ട്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് 4444. ബദരിയത്തിന്റെ മജ്ലിസാണല്ലോ തുടങ്ങുന്നത്. ഒരു 3313 ബദരീങ്ങളെ ഒരു ബർക്കത്ത്, ബദരീങ്ങളെ ഒരു കാവൽ. ഒരു 3313. അഫ്രീസ് അഡ്വക്കേറ്റ് 3313. ബദരീങ്ങളെ കാവൽ അല്ലാഹു നൽകട്ടെ, സന്തോഷം നൽകട്ടെ. കാരണം ബദരീങ്ങളല്ലേ എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബന. അഫ്രീസിനും കുടുംബത്തിനും അല്ലാഹു ബദരീങ്ങളെ കാവൽ അല്ലാഹു നൽകട്ടെ. നമ്മളെ അന്തുആജിയാർ 3313. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ, പൊരയിലും കുടുംബത്തിലും ബദരീങ്ങളെ കാവൽ അല്ലാഹു നൽകട്ടെ. ബദരീങ്ങളെ കൊണ്ട് അല്ലാഹു മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ അല്ലാഹു നമുക്ക് ആർക്കും നൽകാതിരിക്കട്ടെ. ആയിരങ്ങളും ലക്ഷങ്ങളും ഹോസ്പിറ്റലിൽ ചെലവഴിക്കുന്ന അവസ്ഥ അല്ലാഹു നമുക്ക് വരുത്താതിരിക്കട്ടെ. ഒരു 3003 ബദരീങ്ങളെ പേരിലല്ലോ, ഒരു 3313. അസ്ലം ഇറ 3313. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ, കുടുംബങ്ങളിൽ സന്തോഷം കൊടുക്കട്ടെ, വിഷമങ്ങളൊക്കെ അല്ലാഹു നീക്കട്ടെ. അക്തർ ഷഹറുദ്ദീൻ മുടിപ്പു. അക്തർ ഷഹറുദ്ദീൻ മുടിപ്പു. പരിചയമില്ലാത്തവരുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്താൽ മതി. 3313. വിഷമങ്ങളുണ്ട്, അള്ളാഹു ആ ചെറുപ്പക്കാരന്റെ വിഷമങ്ങളൊക്കെ അള്ളാഹു നീക്കട്ടെ, കുടുംബങ്ങളിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ബദരീങ്ങളെ പേരിലല്ലേ ഇത് നൽകുന്നത്, ബദരീങ്ങളെ കൊണ്ട് അള്ളാഹു പൊരയും കുടുംബവും എല്ലാം അള്ളാഹു കാവൽ നൽകട്ടെ.
നമ്മളെ നാരങ്കോടി അദ്ദുച്ച 3313, നാരങ്കോടി അദ്ദുച്ച 3313. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ, വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നീക്കട്ടെ. ബദരീങ്ങളെ പ്രത്യേകമായ ഒരു നോട്ടം ആ കുടുംബങ്ങളിൽ എല്ലാം. അവിടെ നമ്മളെ ദീനിന് സുന്നത്തെ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നാരങ്കോടിയിൽ കുറെ ആളുണ്ട്, ഹമീദും അബ്ബുവും അതുപോലെ റഹീമും മറ്റുമൊക്കെ. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. പിന്നെ നമ്മൾ അബ്ദുൾ റസാഖ് പരപ്പു 3313, ബാപ്പന്റെ ആഖിറം അല്ലാഹു വെളിച്ചാക്കട്ടെ. തങ്ങൾ സാദാത്തുക്കൾക്ക് ബദരീങ്ങളെ മജ്ലിസിലല്ലേ പ്രിയപ്പെട്ട എന്ത് പറഞ്ഞ പേര്, റസാഖ്. അള്ളാഹു അവരെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ, വിഷമങ്ങളൊക്കെ അള്ളാഹു നീക്കട്ടെ. 3313 വേറെ ആരുണ്ടാ? ഞങ്ങൾ ഹംസ മൂളൂർ, നമുക്ക് എല്ലാ സൗകര്യം ഭക്ഷണത്തിനുണ്ടാക്കി തന്ന ആളാണ് നമ്മൾ ഹംസ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, കുടുംബങ്ങളിൽ സന്തോഷം കൊടുക്കട്ടെ, വിഷമങ്ങളൊക്കെ അള്ളാഹു നീക്കട്ടെ. അയാളെ ജ്യേഷ്ഠന് അബ്ദുള്ള ഹാജി അടക്കമുള്ളവരുടെ എല്ലാ സന്തോഷവും അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മളെ സർക്കിൾ അച്ചോട്ട് അഷറഫ് നമ്മളെ ഉസ്താദിന്റെ ആണ്ടുമായി വലിയ സഹകരിച്ച വ്യക്തിയാണ്. അയാൾ ഇതിലേക്ക് 3313 രൂപ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, കുടുംബങ്ങളിൽ സന്തോഷം കൊടുക്കട്ടെ. ബദരീങ്ങളെ കാവൽ എപ്പോഴും യാത്ര ചെയ്യുന്നവരാണ്. ബദരീങ്ങളെ കാവല് അവരെ യാത്രയിലും വാഹനങ്ങളിലും ജോലികളിലൊക്കെ അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മളെ കല്ലകെട്ട ഹനീഫ് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ, ബദരീങ്ങളെ കാവൽ കൊടുക്കട്ടെ. 3313 കല്ലകെട്ട ഹനീഫ്. നമ്മളെ ഇബ്രാഹിം മുസ്ലിയാർ തലക്കി നല്ല നിഷ്കളങ്കനായ മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ ജീവിതങ്ങളിൽ സന്തോഷം കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങൾ, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അതിന്റെ മുകളിലാണ് ബദരീങ്ങളെ കരുതിയിട്ട് ഈ 3313 രൂപ ഈ പ്രിയപ്പെട്ട ഇബ്രാഹിം മുസ്ലിയാർ നൽകിയത്. എല്ലാ ഹമ്മും ബദരീങ്ങളെ കൊണ്ട് അള്ളാഹു നീക്കട്ടെ. ബിസ്മില്ലാ. 3313 അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ദണ്ണം ബബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ബദരീങ്ങളെ പേരിലാണ് നൽകുന്നത്. നീ അവരെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ. ഹാർട്ടിൽ നീ തകരാറ് നൽകല്ല റഹ്മാനെ. നമ്മളെ സക്കരിയ നമ്മളെ വൃദ്ധാശ്രമത്തിന്റെ നേതൃത്വം കൂടിയാണ്. അതോടൊപ്പം എല്ലാ മാസത്തിന്റെ ഇംഗ്ലീഷ് മാസം ആദ്യത്തിന്റെ വെള്ളിയാഴ്ച അസ്തമിച്ച ശനി രാത്രി, ഇനി അടുത്ത ഡിസംബർ 6-ാം തീയതിയാണ് നമ്മളെ ബുർദ വരുന്നത്. എല്ലാവരും മാസത്തിന്റെ ബുർദ വിജയിപ്പിക്കണം. എല്ലാ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി ആഴ്ചയിൽ നടക്കുന്നുണ്ട്. അതും ഇൻഷാ അല്ലാഹ് ഈ ആഴ്ചയും മൗലമുസ്താന്റെ നേതൃത്വത്തിൽ നടക്കും. അതും വിജയിപ്പിക്കണം നമ്മളെ സക്കരിയ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ, കുടുംബങ്ങളിൽ റാഹത്ത് കൊടുക്കട്ടെ. ഒരു 3313 നമ്മളെ സർക്കിള ജമാല് മാഷാ അല്ലാഹ് 3313 രൂപ. ബദരീങ്ങളെ കാവൽ ജമാലിനും കുടുംബത്തിനും അല്ലാഹു നൽകട്ടെ. ബേജാറുകൾ ബുദ്ധിമുട്ടുകളൊക്കെ തങ്ങളുള്ള മജ്ലിസല്ലേ, വലിയ വലിയ ആലിമീങ്ങളും മോമിനീങ്ങളും റാത്തീബ് ചൊല്ലിയ ദിക്ർ ചൊല്ലിയ മജ്ലിസല്ലേ. അതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അപകടങ്ങൾ നൽകാതിരിക്കട്ടെ, ആക്സിഡന്റുകൾ വിധിക്കാതിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു ഹൈദർ ഞങ്ങളെ കുടുംബോടി ഹൈദർ 3313 രൂപ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, ബദരീങ്ങളെ കാവൽ കൊടുക്കട്ടെ. എല്ലാ വിഷയത്തിനും മുന്നിലാണ്. നമ്മളെ ഉസ്താദിന്റെ ആണ്ടിനും ബുർദക്കും എല്ലാത്തിനും ഹൈദറിന് നീ സന്തോഷം നൽകണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഏർപ്പാടുകൾ നീ റാഹത്ത് നൽകണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും നീ നീക്കണം റഹ്മാനെ. അഷ്റഫ് നാർഷ 3313 അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ, വിഷമങ്ങളൊക്കെ നീക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളെ ഫസൽ ഓൺലൈനാണ് ഇന്നുള്ളത്. എല്ലാ സ്ഥലങ്ങളിലേക്ക് നമ്മളെ പരിപാടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ഗൾഫുകളിലേക്ക്, എല്ലാ വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ലൈവായി എത്തിക്കുകയാണ് നമ്മളെ മദനി ഉസ്താദ്. അള്ളാഹു ആഫിയത്തും ബർക്കത്തും നൽകട്ടെ. ഓൺലൈൻ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ആരിഫ് കൊളക്കെ നമ്മൾ അശ്ശരിയിൽ പഠിച്ച വിദ്യാർത്ഥി കൂടിയാണ്. 3313 രൂപ. അള്ളാഹു ബദരീങ്ങളെ കാവല് നൽകട്ടെ. വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കട്ടെ. അവിടെ ആര് പറഞ്ഞേ? എന്റെ പേര് മറന്നുപോയി. റഹീം അല്ലേ?
റഹീമല്ല, റഹീം, റഹീം 3313. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ, എല്ലാ വിഷമവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നീക്കട്ടെ. എന്ത് നിയത്താണ് അത് ബദരീങ്ങളെ കൊണ്ട് അള്ളാഹു പൂർത്തിയാക്കട്ടെ. നമ്മളെ അൽത്താഫ് ശാന്തിവാഗിൽ 5000 രൂപ എല്ലാത്തിനും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ, എല്ലാ വിഷമവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു 2000 അതിലേക്ക് തരാൻ കഴിയുന്നവരാരുണ്ട്? ഒരു 2000 ഉറുപ്പ അതിലേക്ക് തരാൻ കഴിയുന്നവർ ആരെങ്കിലും 2000 രൂപ ഇൻഷാ അല്ലാഹ്. നമ്മളെ നാടാജ് ഷെരീഫ് ഹാജി 2000 ഉറുപ്പ. അൽഹംദുലില്ലാഹ് എല്ലാവരുമായി ബന്ധവും പലരുമായി ബന്ധപ്പെട്ട് ദീനിനു വേണ്ടി വലിയ സഹകരിക്കുന്ന വ്യക്തി കൂടിയാണ്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് തന്നെ പലരെയും ബന്ധപ്പെട്ട് ഭക്ഷണങ്ങൾ യതീം മക്കൾക്ക് മുതഅല്ലിമീങ്ങൾക്ക് നൽകുന്ന ഒരു നല്ല മാന്യ വ്യക്തി കൂടിയാണ് ഷെരീഫ് ഹാജിയാർ. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. മരിച്ചുപോയ കുടുംബങ്ങളിലേക്ക് ഇതിന്റെയൊക്കെ സദഖ അള്ളാഹു നൽകട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതങ്ങളിൽ ഏർപ്പാടുകളിൽ അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇബ്രാഹിച്ച നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന ആളാണ്. മൂളൂർ ഇബ്രാഹിച്ച 2000 ഉറുപ്പ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ, വിഷമങ്ങളൊക്കെ നീക്കട്ടെ. ഒരു 2000 ഉറുപ്പ ദിക്റിലേക്ക് അതിലേക്ക് നൽകുന്നവർ സുബൈർ അല്ല, അത് നമ്മളെ അദ്രാൻചാന്റെ മോന്, അദ്രാൻചണ്ട ഇല്ലല്ലോ, നമ്മളെ സുബൈർ 2000 ഉറുപ്പ. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തനം മുന്നിൽ നിൽക്കുന്ന ആളാണ്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ, വിഷമങ്ങളൊക്കെ അള്ളാഹു നീക്കട്ടെ. നമ്മൾ അബ്ദുള്ള ഉസ്താദ് ബുൾമാർ ബാക്കിലുണ്ട്, അയാള് സ്റ്റേജിലേക്ക് വരണം. അയാളെ മക്കളെ കല്യാണമുണ്ട് അടുത്ത ദിവസം. അള്ളാഹു അതൊക്കെ സന്തോഷത്തിൽ അള്ളാഹു പൂർത്തിയാക്കട്ടെ. ഒരു 2000 തരാൻ കഴിയുന്നവരാരുണ്ട്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. നമ്മളെ നസീർ മാഷാ അല്ലാഹ്, അയാളെ മകളെ കല്യാണം ഈ അടുത്ത ദിവസം കഴിഞ്ഞു. വളരെ ഇസ്സത്തോടെ റാഹത്തോടുകൂടെ തങ്ങളുടെ നേതൃത്വത്തിൽ, ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു. അവരാണ് ഇന്നത്തെ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. മംഗലം കഴിഞ്ഞ രാത്രി എന്നെ ഇതിനെല്ലാം ബന്ധാക്കിയിട്ട് വിടാം. തങ്ങളെ ജലാലി എന്റെ മജ്ലിസ് കഴിയുന്നവർ അതിരിക്കട്ടെ, അതൊരു വെളിച്ചമാണ് എന്ന രീതിയിൽ അള്ളാഹു അദ്ദേഹത്തിന്റെ വീട്ടിൽ വെളിച്ചം നൽകട്ടെ. ആ മംഗലം കഴിഞ്ഞ പെണ്ണുകിടാവിന്റെ ജീവിതം അല്ലാഹ് റാഹത്താക്കട്ടെ. സ്വാലിഹായ കിടാക്കൾ അള്ളാഹു നൽകട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ, കുടുംബങ്ങളിലൊക്കെ അള്ളാഹു റാഹത്ത് നൽകി. മരിച്ചുപോയ ബാപ്പന്റെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളെ ഐദർച്ച 5 മന കതിർച്ച ഒന്ന് സ്റ്റേജിലേക്ക് വരും. വേറെ ഒന്നുമില്ല, സ്റ്റേജിലേക്ക് മാത്രം. അയാള് ഇന്നൊന്നും കൊടുക്കണ്ട, എപ്പോഴും കൊടുക്കുന്ന ആളാണ്. ഇപ്പൊ സ്റ്റേജിലേക്ക് ഒന്ന് വരും. പിന്നെ 2000 ഉറുപ്പ നമ്മളെ 5 മന ഐദർച്ച, നമ്മളെ മാനേജ്മെന്റിന്റെ നേതൃത്വമാണ്, നമ്മളെ വലിയ സഹകാരിയാണ്. അള്ളാഹു 5 മന ഹൈദർ 2000 ഉറുപ്പ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. നമ്മളെ നാസിർ നിർബൈലി, നമ്മളെ കുട്ടിയാജിയാറെ മോന്, പിന്നെ ദുബൈയിൽ നിന്ന് 5000 ഉറുപ്പ. നമ്മളെ ഹമീദ് ലത്തീഫിന്റെ അനുജൻ കൂടിയാണ്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, നാസിറിന്റെ ജീവിതങ്ങളിൽ റാഹത്ത് കൊടുക്കട്ടെ. ഭാര്യ ഗർഭിണിയാണ്, അള്ളാഹു സുഖപ്രസവം നൽകട്ടെ. എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നീക്കട്ടെ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. ഒരാള് തങ്ങളെ ബന്ധത്തിൽ ഒരു 2000 രൂപ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഉദ്ദേശം പൂർത്തിയാക്കട്ടെ, വിഷമങ്ങളൊക്കെ നീക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു 1000 രൂപ അതിലേക്ക് തരാൻ കഴിയുന്നവരാരുണ്ട്? ഒരു 1000 രൂപ നമ്മൾ പെട്ടെന്ന് തന്നെ ദ്വാരക്ക, തങ്ങളുടെ ഡേറ്റ് പ്രഖ്യാപിക്കുക. നമ്മളെ റസാഖ് ബാരവട്ട് 1000 രൂപ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. നമ്മളെ ഹംസ, അള്ളാഹ് എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനാണ്. അള്ളാഹു ഈ സ്വദഖന്റെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ നിയത്തും അള്ളാഹു പൂർത്തിയാക്കട്ടെ, വിഷമങ്ങളൊക്കെ അള്ളാഹു നീക്കട്ടെ. പിന്നെ നമ്മളെ റഫീഖ്, നമ്മൾ ബുർദ സമിതിന്റെ നേതൃത്വം കൂടിയാണ്. നമ്മൾ NC റോഡ് ബോളന്തൂർ ജമാഅത്തിന്റെ കാര്യദർശി കൂടിയായ റഫീഖ് NC റോഡ് 1000 രൂപ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ, വിഷമങ്ങൾ നീക്കട്ടെ. നമ്മുടെ അബൂബക്കർ ഹാജി കടമ്പു എഴുതുന്നുണ്ട് മജീദ്, അബൂബക്കർ ഹാജി കടമ്പു 1000 രൂപ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. നമ്മളെ ഇഖ്ബാല് തലക്കി 1000 രൂപ. ഇഖ്ബാൽ തലക്കി അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. ഈ വരുന്ന വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി തലക്കിയിൽ മഹാനായ താജുൽ ഉലമ ഉസ്താദിന്റെ അനുസ്മരണ സംഗമം നടക്കുകയാണ്. അത് അള്ളാഹു പൂർണ്ണമായ രീതിയിൽ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. വലിയ വലിയ സാദാത്തുക്കളും ആലിമീങ്ങളും വരുന്ന ഒരു മജ്ലിസ് കൂടിയാണ്. എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് ഇതേ വരുന്ന വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ നടക്കുന്ന പരിപാടി വിജയിപ്പിക്കണം എന്ന് അറിയിക്കുകയാണ്.
ബംഗാർ ഗുഡ പരപ്പിന്റെ ആളാ. ഫാറൂഖ് ബംഗാർ ഗുഡ, ഫാറൂഖ് ബംഗാർ ഗുഡ 1000 റുപ്യ അല്ലേ? 2000 റുപ്യ, 2000 റുപ്യ. ഫാറൂഖ് ബംഗാർ ഗുഡ എത്ര? 2000 റുപ്യ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. നേരത്തെ പറഞ്ഞ ഷെരീഫ് ദണ്ഡേമാർ 1000 റുപ്യ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഈ വർഷം നമ്മൾ ആണ്ടുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തിച്ച ചെറുപ്പക്കാരന് കൂടിയാണ്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. നമ്മളെ ഹക്കീം ചാ ശാന്തി നഗർ 1000 റുപ്യ. 1000 റുപ്യ ആര് നേരത്തെ പറഞ്ഞ ഹക്കീം ചാ 1000 റുപ്യ. പിന്നെ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ബോംബെ സുദ്ദീഖ് 1000 റുപ്യ ഓൺലൈനിലൂടെ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ലത്തീഫ് അല്ലേ? ഇറ അല്ലേ? ഇറ ലത്തീഫ് 1000 റുപ്യ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. പിന്നെ നമ്മളെ ഗോളിപ്പടപ്പ് ഇഖ്ബാൽ, നമ്മളെ സന്തലിനൊക്കെ വലിയ സഹകരിച്ച ആളും കൂടിയാണ്. 1000 റുപ്യ. പേര് എഴുതുന്നുണ്ടല്ലേ? ഇഖ്ബാല് ഗോളിപ്പടപ്പ് 1000 റുപ്യ. ലത്തീഫ് ഇറ 1000 റുപ്യ. നേരത്തെ ഓൺലൈനിലൂടെ സുദ്ദീഖ് ബോംബെ 1000 റുപ്യ. ബംഗുള റഫീഖ്, ഞങ്ങളെ ബംഗുള റഫീഖ് 1000 റുപ്യ. മിഞ്ഞാന്നെല്ലാം സന്തലിറക്കാൻ വലിയ സഹകരിച്ചവരാണ്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. അലി മദനി ഉസ്താദ് 1000 റുപ്യ. ഒരുപാട് പ്രയാസമുണ്ട്, എങ്കിലും എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന ആളല്ല. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. സൈനു പരപ്പ് 1000 റുപ്യ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കട്ടെ. നമ്മളെ മുസ്തഫ കുണ്ടെടുക്ക 1000 റുപ്യ. നമ്മളെ റസാഖ് കമ്പളപ്പെട്ടു, സത്താർ കമ്പളപ്പെട്ടു 1000 റുപ്യ. രണ്ടാളും നമ്മളെ ഈ വിഷയ ഉസ്താദിന്റെ ആണ്ടിനൊക്കെ എത്രയാണ് സഹകരിച്ചതെന്നറിയില്ല. എല്ലാ സുന്നത്തമായത്തിന്റെ പ്രവർത്തനത്തിനും നമ്മൾ മുസ്തഫനെയും പിന്നെ സത്താറിനെയും കാണാൻ കഴിയും. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. വിഷമങ്ങളൊക്കെ അള്ളാഹു നീക്കട്ടെ. കുടുംബങ്ങളിൽ അള്ളാഹു വലിയ ബദരീങ്ങളെ കാവൽ അള്ളാഹു നൽകട്ടെ. നമ്മളെ ബോളന്തൂർ ജമാഅത്ത് പ്രസിഡന്റ് ഇബ്രാഹിം മജൽക്കോടി 1000 റുപ്യ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ബാപ്പന്റെ ആഖിറം അള്ളാഹു വെളിച്ചമാക്കട്ടെ. ഹമീദ് കുല്ലിയാർ ദുബായ്, ഹമീദ് ഓൺലൈനിലൂടെ നോക്കുന്നുണ്ടാ. ഹമീദ് കുല്ലിയാർ ദുബായ് 5000 റുപ്യ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ബാപ്പക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മളെ സ്ഥാപനമായി വലിയ ബന്ധപ്പെടുന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ട ഹമീദ്. അദ്ദേഹത്തിന്റെ ജോലിയിൽ, ജീവിതങ്ങളിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ. മാഷാ അല്ലാഹ്. ഹാരിസ് ഒക്കേത്തൂർ എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന ആള്, നമ്മുടെ സന്തലുമായി വലിയ സഹകരിച്ച വ്യക്തി. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഹാരിസ് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. വിഷമങ്ങളൊക്കെ അള്ളാഹു നീക്കട്ടെ. ത്വയ്യിബ് ഫാദിലി ഉസ്താദ് 1000 റുപ്യ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. എല്ലാ വിഷമവും, ബുദ്ധിമുട്ടും, പ്രയാസങ്ങളൊക്കെ നീക്കട്ടെ. അക്ബറുൽ മദീന ഉസ്താദ് ഒന്ന് സ്റ്റേജിലേക്ക് വരി. ജാബിർ SJS ഓൺലൈനിന്റെ ആളും കൂടിയാണ്, ബോളത്തൂർ 1000 റുപ്യ. ജാബിർ SJS എഴുതുന്നുണ്ടല്ലേ? അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. വിഷമവും, ബുദ്ധിമുട്ടും, പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കട്ടെ. മൻസൂർ കണ്ടിക നമ്മളെ മജീച്ചാന്റെ മോന്, നല്ലൊരു മനുഷ്യനായിരുന്നു മജീച്ച. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. മൻസൂറിനും കുടുംബത്തിനും ഉമ്മക്കൊല്ല അള്ളാഹു ആഫിയത്തും ബർക്കത്തും നൽകട്ടെ. ഹനീഫ് നിർഭയിൽ എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനാണ്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. മാതാപിതാക്കൾ, കൂട്ടുകുടുംബം എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ജീവിതങ്ങളിൽ സന്തോഷം കൊടുക്കട്ടെ. 1000 രൂപ അതിലേക്ക് തരാൻ കഴിയുന്നവര് റസാഖ് പെൽത്തെടുക്ക, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. ഉമ്മക്ക് ബാപ്പക്കൊക്കെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. എന്നിട്ട് അവിടെ അബുച്ചതിന്റെ ഇടയിൽ നിന്നിനെ ബച്ചിറ്റ് നിന്നതാ 1000 റുപ്യ. നമ്മൾ അബുച്ച 1000 റുപ്യ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. വിഷമങ്ങളൊക്കെ അള്ളാഹു നീക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കട്ടെ. അബൂക്കർച്ച ഇറ 1111. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നീക്കട്ടെ. ഇതൊക്കെ നമ്മളെ ഇറച്ചിക്ക് ഉപയോഗിക്കും, നമ്മളെ സീരണിക്ക് ഉപയോഗിക്കും, തങ്ങന്മാർക്ക് കൊടുക്കുന്നതിന് ഉപയോഗിക്കും, ആലിമീങ്ങൾക്ക് സന്തോഷിപ്പിക്കുന്ന ഉപയോഗിക്കും, നമ്മളെ പരിപാടിക്ക് ഉപയോഗിക്കും. അത് കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ കണ്ണീർ ഒപ്പുന്നതിന് ഇൻഷാ അല്ലാഹ് അത് ഉപയോഗിക്കും. എല്ലാത്തിനും മൊത്തമായിട്ടാണ്. അത് ഇറച്ചിക്ക്, അത് ഇന്നതിന് അന്നതൊന്നുമില്ല, എല്ലാത്തിനും മൊത്തമായിട്ട്. ബാക്കി ഇനി ലക്ഷങ്ങൾ ബാക്കിയായാലും ആ ലക്ഷങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് തങ്ങൾ
നൗഫൽ ബോളന്തൂർ 2000 രൂപ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ, എല്ലാ ബേജാറും ബുദ്ധിമുട്ടൊക്കെ നൗഫലിന്റെ അള്ളാഹു നീക്കട്ടെ. നമ്മളെ ഹമീദ് ബാദപ്പുണി, ബാംഗ്ലൂരിലുള്ള ഹമീദ്, ബാംഗ്ലൂർ ഹമീദാണ്, ബാദപ്പുണി 1000 രൂപ. നല്ല ചെറുപ്പക്കാരനും കൂടിയാണ്, നമ്മൾ സ്ഥാപനമായി ബന്ധപ്പെടുന്ന. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കട്ടെ. നമ്മളെ അഷ്റഫ് ഒക്കെത്തൂർ 1000 രൂപ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. നമ്മളെ ടിപ് ടോപ്പ് കാദർച്ച മാഷാ അല്ലാഹ്, അദ്ദേഹം എല്ലാത്തിനും മുന്നിൽ നിൽക്കാൻ തൗഫീഖ് ലഭിച്ച ആളാണ്. ഷോപ്പും കാര്യങ്ങളൊക്കെ മുടിപ്പിൽ തുടങ്ങിയിട്ടുണ്ട്. അതിലെല്ലാം ബർക്കത്ത് ഉണ്ടാവണം. എല്ലാ വിഷയത്തിലും മുന്നിൽ നിൽക്കുന്ന ആളാകുമ്പോൾ അവര് മുന്നിലുണ്ടാവണമെന്ന് നമ്മളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ, വിഷമങ്ങളൊക്കെ നീക്കട്ടെ, മക്കളെയൊക്കെ ഉയർച്ചയിലേക്ക് എത്തിക്കട്ടെ ഇൻഷാ അല്ലാഹ്. 2000 രൂപയാണ് നമ്മളെ ടിപ് ടോപ്പ് കാദർച്ച. നമ്മളെ സുലൈച്ച അല്ലേ, നിർഭയിൽ സുലൈച്ച. എത്ര 1000. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ, വിഷമങ്ങളൊക്കെ നീക്കട്ടെ. ബാക്കി ആരും ചിലപ്പോ 1-2 ആൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അവർ പറയാത്തെന്താ, അത് തങ്ങളെ കയ്യിൽ തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, അവർ തടി കൊണ്ട് സഹായിക്കുന്നവരുണ്ട്, ഇതിനു വേണ്ടി വേറെ തന്നെ ചെലവഴിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും തങ്ങൾ ദ്വാരക്കും. നമ്മൾ അബ്ദുള്ള ഉസ്താദ്, അയാളെ 2 മക്കളെ, ഒരു സഖാഫി, അദ്ദേഹം മൽഹറിൽ മുദരിസ് കൂടിയാണ്, വലിയൊരു തൗഫീഖല്ല മക്കളെ ആലിമീങ്ങൾ. പിന്നൊരു മകൻ അഷ്റഫ്, 2 ആളെ നിക്കാഹും ഇൻഷാ അല്ലാഹ് ഈ ആഴ്ചയിൽ നടക്കുന്നുണ്ട്. 1000 രൂപ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സദഖ ജലാലിയക്കല്ല ബദരിയക്കല്ല കൊടുത്തത്, അതിന്റെ ബർക്കത്ത് കൊണ്ട് ആ മംഗലത്തിന്റെ കാര്യമല്ല അല്ലാഹു ചന്തത്തിൽ പൂർത്തിയാക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ഹമീദിന്റെ, നമ്മളെ ഈ ഹമീദിന്റെ മദക്കമീദിന്റെ ഹമീദിന്റെ അളിയാക്ക മുത്തലിബ് 1313 ബദരീങ്ങളെ കാവൽ നൽകട്ടെ. വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ തങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തു തരും. ഡേറ്റ് പ്രഖ്യാപിക്കും. നമുക്കിവിടെ ഫ്ലക്സ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു ചെറിയ പ്രകാശനം നടത്താനുണ്ട്. ഈ ഫ്ലക്സിന്റെ മേറ്ററിലായിട്ട് എല്ലാ മഹലിലും, എല്ലാ പള്ളിന്റെ മുമ്പിലും, എല്ലാ ടൗണിന്റെ മുമ്പിലും, എല്ലാ പീടിയന്റെ മുമ്പിലും ഓരോരോ ഫ്ലക്സുകൾ ഉണ്ടാണ്. വലുത് ഇടാൻ വേണ്ടിയിട്ട് കഴിയുന്നവർ അവിടുത്തെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഇടണം. ആ പരിപാടികളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. 10 അതിനി പറയേണ്ടതില്ല, തങ്ങൾ പറയും. ഒരാൾ 313 10 പോലെ ഓരോരാൾ നിയത്ത് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ തന്നെ അത് നമുക്ക് ധാരാളം ഉപകാരപ്പെടും. ആ 10 ചിലപ്പോൾ സീരണിക്ക് ഉപയോഗിക്കാം. തങ്ങന്മാരും ആലിമീങ്ങളും വന്നാൽ അവർക്ക് ചെറിയൊരു ഭക്ഷണം ഉണ്ടാക്കും, അതിന് നമ്മൾ ഉപയോഗപ്പെടുത്താല്ലേ. അതുകൊണ്ട് 10 എല്ലാവരും തരണം. തേങ്ങ അത് വലിയ വിഷയമാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനം 2 സാധനമാണ്, ഒന്ന് ബംഗാരി, ഒന്ന് തേങ്ങ എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തേങ്ങന്റെ വിഷയത്തിൽ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരുപാട് കറികളാകുമ്പോ തേങ്ങ മജിൽക്കൊടി അമീച്ച ഇന്നില്ലേ? മജിൽക്കൊടി അമീച്ച വന്നിട്ടില്ല ഇന്ന്? ഓണ്ടോ അയാൾക്ക് കണ്ടിട്ട് അയാളാണ് ബാക്കി ഇവിടെ ബാക്കിൽ നിന്നിട്ട് റൗണ്ടായിട്ട് പ്രവർത്തിക്കുന്ന ആൾ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. നമ്മളെ അജുമാനിലുള്ള ഇസ്ഹാഖ് 5000 രൂപ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അയാളെ കുടുംബങ്ങളിൽ സന്തോഷം കൊടുക്കട്ടെ. ജോലിയും ജീവിതം അള്ളാഹു റാഹത്ത് ബദരീങ്ങളെ കാവൽ നൽകട്ടെ. ബാത്തുഷ ഒക്കെത്തൂർ 1000 രൂപ. നേരത്തെ പറഞ്ഞ 5000 ആണ് അജുമാനിലുള്ള ആള്. ഇത് ബാത്തുഷ ഒക്കെത്തൂർ ഇൻഷാ അല്ലാഹ്. നമ്മള് ഇഖ്ബാലി കള്ളമജലി ബാപ്പ ഹസൈനാർ പേരിൽ 1000 രൂപ. അള്ളാഹു ബാപ്പന്റെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവും അള്ളാഹു നീക്കട്ടെ. ഷാഫി മുന്നിപ്പാടി 1000 രൂപ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഇന്നും കുറെ സീർണിക്ക് 10 കൊണ്ടുവന്നവരുണ്ട്. ഉമ്മമാർക്കൊക്കെ അള്ളാഹു ഉണ്ടാക്കിയ ഉമ്മമാർക്ക് അള്ളാഹു കയ്യും കാലിന് ആഫിയത്ത് കൊടുക്കട്ടെ. ഇന്നും സീരണിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്. അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് ദുആർക്കും ഇൻഷാ അല്ലാഹ്. കള്ള മജ്ലിസ് സിദ്ദീഖിന്റെ അളിയാക്ക ഹാരിസ് 1000 രൂപ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. തങ്ങൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് ഡേറ്റ് പ്രഖ്യാപിക്കും.